ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് തുടങ്ങുകയാണ് എൻ്റെ ക്രോഷ്യ ക്ലാസ്. എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം, പിന്നെ അനുഗ്രഹിക്കണം. അപ്പം നമുക്ക് തുടങ്ങാം, ക്ലാസ്സിലേക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, നമുക്കത് സ്റ്റിച്ച് ആരംഭിക്കാം. ഞാൻ ഈ ഒരു ലൂപ്പ് ഇങ്ങനെ കെട്ടുണ്ടാക്കി എടുത്ത്, എന്നിട്ട് അതിൻ്റെ അകത്തൂടെയാണ് നമ്മൾ അടുത്ത നൂല് വലിച്ചെടുക്കുക. അടുത്ത നൂല് വലിച്ചിങ്ങനെ ഓരോ ലൂപ്പിൻ്റെ അകത്തൂടെ ഇങ്ങനെ എടുത്തെടുത്ത് പോവുക. അതാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 15 ചെയിൻ സ്റ്റിച്ച് എടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടം പോലെ എടുക്കാം, നീളത്തിനോ വീതിക്കൊക്കെ കൂട്ടിയെടുക്കാം. ഞാനിത് കാണിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നതാണ്. ഞാനൊരു സ്ക്വയർ ഉണ്ടാക്കി എൻ്റെ തമ്പനയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കത് പഠിച്ചു കഴിഞ്ഞാൽ സ്പീഡിന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ലൈനിൽ അതിൻ്റെ അടുത്ത ലൂപ്പിൻ്റെ ഇടയിൽ കൂടെ ആ നൂല് ഇങ്ങനെ എടുക്കുക. എന്താ അതിട്ട് വലിച്ചെടുക്കണം. അപ്പോൾ അത് രണ്ട് നൂല് നമ്മുടെ നീഡിലിരിക്കും. അതിനെ ഒന്നാക്കുക. അതാണ് സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത് അതാണ്. ഇങ്ങനെ ഒരു നൂലിരിക്കുമ്പോൾ അതിൽ കുത്തി ഇരുന്നെടുക്കുമ്പം 2 നൂലാവും. ആ 2 നൂലിനെ ഒന്നാക്കും. അങ്ങനെ എടുത്തു പോകുന്നതാണ് സിംഗിൾ ക്രോഷ്യ. ഈ ലൈൻ മുഴുവൻ ഞാൻ തച്ച് കാണിച്ചു. അപ്പോൾ അത് നോക്കി ചെയ്യണം. പഠിച്ചുകൊണ്ട് വന്നാലേ അടുത്ത പഠിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അഭിപ്രായങ്ങൾ അറിയിക്കണം. തുടക്കമാണ്, അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. എങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാനൊരു പ്രായമുള്ള ആളാണ്, ചെറുപ്പക്കാരിയൊന്നുമല്ല. അതുകൊണ്ട് വെറുതെ എനിക്കിത് ഇഷ്ടമാണ്, പണ്ടേ ചെയ്യും ഞാൻ വിചാരിച്ച് എൻ്റെ ഫ്രണ്ട്സിനെയും കൂടെ ഒന്ന് പഠിപ്പിക്കാം. ഇത് അടുത്തത് ഇതുപോലെ ചെയിനിട്ട് മറിക്കുമ്പോൾ അതിൻ്റെ പുറത്തൂടെ അടുത്തത് ചെയ്യും. അങ്ങനെ പോകുമ്പോൾ നമുക്കിങ്ങനെ ഒരു ബ്ലോക്ക് പോലെ കിട്ടും. രണ്ടാമത്തെ ലൈനാണിത്. മൊത്തം 3 ലൈൻ. ആദ്യം ഒരു ചെയിന്, പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ അതിൻ്റെ മുകളിലും സിംഗിൾ ക്രോഷ്യ. ഇനി എല്ലാം സിംഗിൾ ക്രോഷ്യ ചെയ്ത് അങ്ങ് പോകും. വേണ്ടത്തുള്ളവരാണെങ്കിൽ എനിക്ക് വീട്ടിൽ വന്നാൽ പഠിപ്പിക്കുന്നതാണ്. നമ്പർ ഞാൻ ഇതിൻ്റെ അടിയിലിട്ടേക്കാം, വിളിച്ചാൽ മതി.
ഒരുപാട് ടൈറ്റാക്കി ചെയ്യരുത്, ലൂസാക്കി തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ കോരി എടുക്കാൻ പറ്റില്ല. ചിലയിടത്ത് വരുമ്പം ഇതാകുന്നുണ്ട്, അത് അവിടെ ടൈറ്റായി പോകുമ്പോഴാണ് അങ്ങനെ. അപ്പം നമ്മളിങ്ങനെ ഒരു ടെൻഷൻ വെച്ച് ചെയ്യണം. എത്രയാണ് നമ്മൾ എടുക്കണ ആ ഇതിൽ ചെയ്താണ്ട് ആ വിരൽ കണ്ട അതുപോലെ പോകണം. അപ്പോഴേ നമുക്ക് ഇവിടുത്തെ നൂല് വലിഞ്ഞിരിക്കണം. എന്നിട്ട് അതിന് ആവശ്യമുള്ള ലൂസ് കൊടുക്കണം. അടുത്ത ഒരു ചെയിൻ ഇട്ടിട്ട് തിരിച്ച് അതുപോലെ ചെയ്തങ്ങ് പോയാൽ എത്ര ലൈൻ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് വീക്ക് കാണാം നമുക്ക്. രണ്ടെണ്ണമായി, ഇനി മൂന്നാമത്തെയാണ് ഞാൻ ചെയ്യാൻ വെച്ചിരുന്നത്. ഇങ്ങനെ കിട്ടും. ഇത് ബ്ലോക്കാക്കി നമുക്ക് ചെയ്യാം, സ്ക്വയർ പോലെ വരും.